അപ്പോൾ ഗായ്സ് നമ്മുടെ ജപ്പാൻ യാത്രയുടെ രണ്ടാം ഘട്ടം, അതായത് ഒരു 1.5 വർഷത്തിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ജപ്പാനിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം മാലദ്വീപിൽ 1.5 വർഷത്തെ ഇതിന് ശേഷം നമ്മൾ നേരെ ജപ്പാനിലേക്കാണ് അടുത്ത യാത്ര. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പം 9-ാം തീയതിയാണ് ഫ്ലൈറ്റ്, 10 മണിക്ക് രാവിലെ. അപ്പോൾ നമ്മൾ 8-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മണിയോടുകൂടി വയനാട്ടിൽ നിന്ന് ഇറങ്ങി. ബോർഡർ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ പോയത്. പിന്നെ ഒരു റിലാക്സായി ഇച്ചിരി എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ സ്വന്തം കാറിന് പോകുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയിട്ടോ. അങ്ങനെ നേരെ പിന്നെ ബാംഗ്ലൂരെത്തി. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു, രാത്രിക്ക് നേരത്തെ എത്തിയതുകൊണ്ട്. അത് കഴിഞ്ഞ് നേരെ ചെക്കിങ് കയറി, ബോർഡിങ് പിന്നെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ 3 ബോർഡിങ് പാസ് അവിടുന്ന് തന്നെ കിട്ടി. അതായത് നമ്മൾ നേരെ പിന്നെ ബാംഗ്ലൂർ ടു ഡൽഹി ടു ടോക്കിയോ ടു ഒക്കായിഡോ ടു സപ്പോറോ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. സപ്പോറോയാണ്. ഓക്കെ, നമ്മൾ പണ്ടുണ്ടായിരുന്നത് പിന്നെ ഒക്കായിഡോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസം ഉണ്ടായിരുന്നു. പിന്നെ ഒക്കിനാവയായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വണ്ടി വന്ന് നേരെ നമ്മളെന്തായി, വണ്ടിയിൽ കയറി. ANA എയർലൈൻ കേട്ടോ. അടിപൊളി ജപ്പാൻ എയർലൈനാണ്, അടിപൊളി എയർലൈനാണ്. വേൾഡിൽ ഒരു 4-ാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈനാണ് അവരുടെ സർവീസിന്. വളരെ സൗകര്യവും കാര്യങ്ങളൊക്കെയുള്ള ഒരു അടുക്കും ചിട്ടയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. നമുക്ക് 8 മണിക്കൂർ യാത്രയാണ് ശരിക്കും വരുന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ 9 മണിക്കൂർ വരും, ഡൽഹിയിൽ നിന്നാണെങ്കിൽ 8 മണിക്കൂറാണ് വരുന്നത്. ഇന്ത്യ ടു ജപ്പാൻ കേട്ടോ. അപ്പോൾ ഒരു ഡിന്നറും ഒരു ബ്രേക്ക്ഫാസ്റ്റും കിട്ടും, അല്ലെങ്കിൽ ഒരു ലഞ്ചും ഒരു ഡിന്നറും അങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ, അത് ടൈമൊക്കെ പോലെ ആയത്. ഞങ്ങളങ്ങനെ ഒക്കായിഡ എത്തി. ഒക്കായിഡയിൽ ഇറങ്ങി, സപ്പോറിൽ ഇറങ്ങി. അപ്പോഴത്തേനും നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു മണിക്കൂർ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പുള്ളി ചെന്നൈക്കാരനാണ്. പുള്ളീനെ മീറ്റ് ചെയ്തു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാട്ടോ പുള്ളി ഉണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുള്ള് കാടാണ്. ഇച്ചിരി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ സിറ്റിയിലല്ല, റൂറൽ ഏരിയയിലാണ്. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെ ഈ കമ്പനിയിലെത്തി, ഒരു 10 വർഷത്തോളം ഈ കമ്പനിയിലുണ്ടായിരുന്നു, എങ്ങനെ ജോബ് കിട്ടി, എങ്ങനെ ജപ്പാനിലെത്തി, ഏത് വഴിയാണ്, അവിടെ എന്തൊക്കെ വേക്കൻസി ഉണ്ട്, കാര്യങ്ങളൊക്കെ. ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സംഭവം. ഈ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കമ്പനിയിലെത്തി. പറഞ്ഞേൽക്കാലും നേരത്തെ ഡ്രൈവർ അവർ എത്തിച്ചു. അടിപൊളിയായിരുന്നു. ഭയങ്കര ചൂടാട്ടോ. അതായത് ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്യണം, സ്പ്രിങ്ങാണ്. അപ്പോൾ അങ്ങനെ റൂമിലെത്തി. റൂമിൻ്റെ കീയൊക്കെ തട്ടി. സിംഗിൾ റൂമാണ്, അടിപൊളി റൂമാണ്. പണ്ട് വന്നപ്പോഴും സിംഗിൾ റൂം തന്നെയാണ്. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഒന്നും കൂടെ ബെറ്റർ റൂമാണ് കേട്ടോ. ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ്. പിന്നെ 5-ാം നിലേൻ്റെ പൊക്കത്താണ് റൂം കിട്ടിയത്. പിന്നെ വർക്ക് പ്ലേസിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. നാളെ ഓഫാണ്, അത് കഴിഞ്ഞിട്ട് കയറണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യും, ഓരോ 1 by 1. ജപ്പാൻ ലൈവ് വീഡിയോവും പിന്നെ ബ്ലോഗും എന്നും ഉണ്ടാവും കേട്ടോ.